ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പതിവ് പോലെ വൈഫിനെ കൊണ്ടുവിടാനായിട്ട് ചാലക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു ടയറിൽ എയർ കുറവുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ തന്നെ ഒരു വാർണിംഗ് ലൈറ്റോടുകൂടി കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ടയറിൽ എയർ ഇല്ല എന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു പമ്പിൽ കയറി എയർ അടിച്ചു. അപ്പോൾ എയർ എല്ലാം കറക്റ്റായിട്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ആ ടയറിൽ തന്നെ പ്രഷർ കുറവ് കാണിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ അടുത്തുള്ള ഒരു ടയർ മെക്കാനിക് ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഷോപ്പിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 5 മിനിറ്റിൽ പരിപാടി തീർത്ത് അവർ കയ്യിൽ തരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷോപ്പിൽ തന്നെ വരാൻ കാരണം. അപ്പോൾ ടയർ ഊരിയെടുത്തിട്ട് ഫസ്റ്റ് തന്നെ അവർ ചെക്ക് ചെയ്യുന്നത് ടയറിൽ എയർ അടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കൂടെ പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അതുകൂടാതെ ഒരു വെള്ളം കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ബബിൾസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ടയറിലെ എയർ പോകുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു ചെറിയൊരു സ്ക്രൂ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ആണി നമ്മളുടെ ടയർമ കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടയറിൽ എയർ ഭയങ്കര ലോ ആയിട്ടേ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഈ ടെക്നോളജിയുടെയൊക്കെ ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വണ്ടി വഴി കിടക്കാതെ ഒരിക്കലും നമ്മൾ ഈ ടയറിൽ പഞ്ചറാണ് എന്ന് അറിയില്ലായിരുന്നു. അവിടെയാണ് ഈ ടയർ പ്രഷർ മോണിറ്റർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഈ സെയിം ടയറിൽ പ്രഷർ കുറവായതുകൊണ്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ഇവിടെ കൊണ്ടുവരാൻ പറ്റി, വഴി കിടന്നില്ല. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് സാധനം സ്ക്രൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ആണി കയറിയിട്ട്. കാരണം ഒരു വശം മൊത്തത്തിൽ ചെത്തിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം അവർ ഒരു വലിയ ഹോളാക്കിയിട്ട് അതിൽ നമ്മളുടെ ആ സീൽ ചെയ്യുന്ന സാധനം വെച്ച് അടച്ച് എയർ അടിച്ചു തരാണ്. കുറേ നാളായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വണ്ടിയിലെ എല്ലാ ടയറിലും നൈട്രജൻ അടിക്കണമെന്ന്. പക്ഷേ പലരും പല മിസ്ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നതുകൊണ്ട് തന്നെ ഇനി എയറും നൈട്രജനും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവുമോ അങ്ങനെയുള്ള പല ചിന്തകളുമാണ് എന്നെ ഇത്രയും വൈകിച്ചത് ഈ നൈട്രജൻ അടിക്കണം എന്നുള്ള ഡിസിഷനിൽ നിന്ന്. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ പലരിൽ നിന്നും പഠിച്ച് കുറേ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ അവസാനം ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് നമ്മൾ നൈട്രജൻ ഫില്ല് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇതിലെ എയർ മൊത്തം ഊറ്റിക്കളഞ്ഞിട്ടാണ് നൈട്രജൻ അടിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഉണ്ടെങ്കിൽ എയറിൻ്റെ പ്രഷർ കാരണം നൈട്രജൻ കയറില്ല. അതുകൊണ്ടാണ് ഇവർ ഊറ്റിക്കളഞ്ഞിട്ട് നൈട്രജൻ അടിക്കുന്നത്. ഇനി നൈട്രജൻ അടിച്ച ടയറുകളിൽ ഇടയ്ക്കെന്ന് വെച്ച് നമുക്ക് എയറേ കിട്ടിയുള്ളൂ, നൈട്രജൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എയർ 2-3 PSI അടിച്ച് കയറ്റി കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല.